ശരി ശരി മിഥുൻ തുടരുക. മിഥുനിലേക്ക് എത്താം. നിഷയിലേക്ക് കൂടി പോകുകയാണ്. നിഷ, 6 പ്രതികൾക്കും 20 വർഷം കഠിന തടവ് തന്നെയാണ്. നേരത്തെ നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ളവ തെളിയുമ്പോൾ 20 വർഷം കഠിന തടവ് മുതൽ ജീവപര്യന്തം വരെയാണ്. അപ്പോൾ ജീവപര്യന്തം എന്നുള്ള പരമാവധി ശിക്ഷ, പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട ആ പരമാവധി ശിക്ഷയിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ 1 മുതൽ 6 പ്രതികളും ഒരേ കുറ്റകൃത്യം, അതേ സ്വഭാവം പരിഗണിച്ചുകൊണ്ട് തന്നെയല്ലേ 20 വർഷം കഠിന തടവ് 6 പ്രതികൾക്കും ഒരുപോലെ ലഭിച്ചിരിക്കുന്നത്? രോഹിണി, അങ്ങനെ തന്നെയാണ്. ഇതിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് കൂട്ടബലാത്സംഗ കുറ്റത്തിന് 20 വർഷം കഠിന തടവാണ് കോടതി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ 50,000 രൂപ പിഴ. ഓരോ പ്രതികളും 50,000 രൂപ വീതം പിഴയും അടയ്ക്കണം. തട്ടിക്കൊണ്ടുപോകലിന് 10 വർഷം കഠിന തടവാണ് ഓരോ പ്രതികൾക്കും കോടതി നൽകിയിട്ടുള്ളത്. 25,000 രൂപ പിഴ. ഇങ്ങനെ ഓരോ കുറ്റങ്ങൾക്കനുസരിച്ച് ഉള്ള ശിക്ഷയായിരിക്കും. ഒപ്പം തന്നെ പിഴത്തുകയും ആ രീതിയിൽ തന്നെയായിരിക്കും അടയ്ക്കേണ്ടത്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 20 വർഷം തടവ്. ഗൂഢാലോചനയ്ക്ക് അടക്കമാണ് ഈ 20 വർഷം തടവ്. കൂട്ടബലാത്സംഗ കുറ്റം, ഗൂഢാലോചന അതെല്ലാം തന്നെ നിലനിൽക്കുന്നതാണ്. കൂട്ടബലാത്സംഗ കുറ്റത്തിന് 20 വർഷം കഠിന തടവാണ് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ലഭിച്ചിരിക്കുന്നത്. 50,000 രൂപ പിഴ. ഒപ്പം തട്ടിക്കൊണ്ടുപോകലിന് 10 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും. ഇതിൽ 1-ാം പ്രതി പൾസർ സുനിയുടെ ശിക്ഷയാണ് കോടതി ആദ്യം പ്രഖ്യാപിച്ചത്. ശിക്ഷ പ്രഖ്യാപിക്കുന്നതിൽ ഈ കേസിന്റെ സെൻസേഷൻ സ്വഭാവം ഒന്നും തന്നെ മുഖവിലേക്ക് എടുത്തിട്ടില്ല, ഇത് ഒന്നും തന്നെ ബാധിച്ചിട്ടില്ല എന്ന് ആദ്യം തന്നെ വ്യക്തമാക്കിക്കൊണ്ടാണ് ജഡ്ജി ഹണിയം വർഗീസ് ഈ വിധി ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിക്കുകയാണ്. ഈ റിമാൻഡ് കാലാവധി ശിക്ഷയിൽ നിന്ന് കുറയ്ക്കും എന്ന് പറയുമ്പോൾ അത് എത്ര വർഷമാണ് കുറയാനുള്ള സാധ്യത ഈ 20-ൽ നിന്ന്? രോഹിണി, 20 വർഷം ഓരോ പ്രതികൾക്കും കഠിന തടവ് നൽകുമ്പോൾ ഇതിൽ ഓരോ പ്രതികളും 4.5 വർഷവും 5.5 വർഷവും ഒക്കെ തന്നെ കഠിനമായ ശിക്ഷ, റിമാൻഡ് കാലാവധി അനുഭവിച്ചവരാണ്. അപ്പോൾ തീർച്ചയായും ഈ 20 വർഷത്തിൽ നിന്നും ഇവർ അനുഭവിച്ച റിമാൻഡ് കാലാവധി കുറഞ്ഞുള്ള ശിക്ഷ അനുഭവിച്ചാൽ മതി എന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാ ശിക്ഷയും ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. റിമാൻഡ് കാലാവധി ഈ ശിക്ഷയിൽ നിന്നും കുറയ്ക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ഈ 20 വർഷം എന്നുള്ള ആ ഒരു കാലാവധിക്ക് ചില പ്രതികൾ 4.5 വർഷം റിമാൻഡിൽ കഴിഞ്ഞവരുണ്ട്, ചിലർ 5.5 വർഷം റിമാൻഡിൽ കഴിഞ്ഞവരുണ്ട്. ഈ മാറ്റനടക്കമുള്ള പ്രതികൾ 5.5 വർഷത്തോളം റിമാൻഡിൽ കഴിഞ്ഞതാണ്. അപ്പോൾ സ്വാഭാവികമായി ഇവർക്ക് ഈ 20 വർഷത്തിൽ നിന്നും ഈ റിമാൻഡിൽ കഴിഞ്ഞ 5.5 വർഷത്തെ കാലാവധി ശിക്ഷയിൽ നിന്നും കുറയ്ക്കും. അതാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പിഴത്തുകയിൽ നിന്നും, അതായത് ഓരോ പ്രതികളും 50,000 രൂപ വീതം പിഴത്തുക നൽകുമ്പോൾ ഈ 6 പ്രതികളും നൽകുന്ന 50,000 രൂപ വെച്ചുള്ള പിഴത്തുകയിൽ 5 ലക്ഷം രൂപ വീതം 5 ലക്ഷം രൂപ പിഴ അതിജീവിതയ്ക്ക് നൽകണമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഗൂഢാലോചന, കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ ഇതിനെല്ലാത്തിനും ചേർത്താണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് 10 വർഷം കഠിന തടവ് ശിക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാം കൂടി ചേർത്ത് 20 വർഷത്തെ ശിക്ഷ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഓരോ പ്രതികളും ചെയ്ത കുറ്റകൃത്യത്തിന് ഏതൊക്കെ ശിക്ഷയാണ് അവർക്ക് നൽകിയിരിക്കുന്നത്, പിഴത്തുക എത്രയാണ്, ഇതൊക്കെ കൃത്യമായി വിധിപ്പകർപ്പ് ലഭിച്ചാൽ മാത്രമേ നമുക്ക് കൃത്യമായി പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഈ ഒരു കേസിൽ എല്ലാ പ്രതികളും ഒരുപോലെ തന്നെ കുറ്റക്കാരാണ് എന്നാണ് ഈ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസ് കണ്ടെത്തിയിരിക്കുന്നതും. ഇവർക്കെല്ലാവർക്കും തന്നെ ഒരേ രീതിയിലുള്ള ശിക്ഷ, 20 വർഷത്തെ കഠിന തടവും 50,000 രൂപ പിഴയുമാണ് ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് നൽകിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ അതീവ ശ്രദ്ധ പുലർത്തണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും എല്ലാ പ്രതികൾക്കും, ഈ നടിയെ ബലാത്സംഗം ചെയ്ത കേസിലെ എല്ലാ പ്രതികൾക്കും 1 മുതൽ 6 വരെയുള്ള പ്രതികൾ, പൾസർ സുനി, മാർട്ടിൻ, VP വിജീഷ്, മണികണ്ഠൻ, സലീം എന്ന വടിവാൾ സലീം, പ്രദീപ്, ഈ 6 പേർക്കും ഒരേ രീതിയിലുള്ള ശിക്ഷ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. 2 പ്രതികൾ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തില്ല എന്ന് പറയുമ്പോൾ അതൊന്നും കോടതി മുഖവിലേക്ക് എടുക്കുന്നില്ല. 6 പേരും ഒന്നിച്ചു നിന്ന് നടപ്പാക്കിയ ഒരു കുറ്റകൃത്യം. അതുകൊണ്ട് തന്നെ 6 പേർക്കും ഒരേ ശിക്ഷയാണ് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ ശിക്ഷ നൽകിയിരിക്കുന്നത്. ദയവായി തുടരുക. നിഷയിലേക്ക് എത്താം. മിഥുൻ അയ്യപ്പനിലേക്ക് കൂടി പോകുകയാണ്. മിഥുൻ, 6 പ്രതികൾക്കും 20 വർഷം കഠിന തടവ്. ഇതിൽ പിഴ തുകയിൽ നേരിയ വ്യത്യാസങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും വിധിപകർപ്പിന്റെ ഒരു പൂർണ്ണ രൂപം കിട്ടിയാൽ മാത്രമേ നമുക്ക് തരംതിരിച്ചുള്ള ആ ശിക്ഷ വിധി എന്ത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ മിഥുൻ പങ്കുവയ്ക്കും. രോഹിണി ആയിരുന്നു ഈ പീഡന
മിഥുനിലേക്ക് എത്താം. ഓഡിയോയിൽ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. നിഷയിലേക്ക്. നിഷ, പറയൂ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 20 വർഷം കഠിന തടവ് 1 മുതൽ 6 പ്രതികൾക്കും, പിഴ തുകയുടെ വ്യത്യാസം, തരംതിരിവ് ഒക്കെ നമുക്ക് ഇനി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അവർ ചെയ്ത കുറ്റകൃത്യത്തിന്റെ തോതനുസരിച്ച് ഇതിൽ ചില വ്യതിയാനങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ റിമാൻഡ് കാലാവധി കുറച്ചുള്ളതായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു. മിഥുനിലേക്ക് പോകുകയാണ്. മിഥുൻ, തുടർന്നോളൂ. കാര്യം എന്ന് പറയുന്നത് ഈ ദൃശ്യങ്ങൾ പകർത്തിയ തീർച്ചയായിട്ടും ഏറ്റവും പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് സംബന്ധിച്ച വിവരങ്ങൾ. മെമ്മറി കാർഡ് പ്രധാനപ്പെട്ട തെളിവാണ്. മാത്രമല്ല ഉള്ള ദൃശ്യങ്ങളുണ്ട്, ബലാത്സംഗത്തിന്റെ ദൃശ്യങ്ങളുണ്ട്. ഈ മെമ്മറി പോലീസ് ഉദ്യോഗസ്ഥർ സൂക്ഷിക്കണമെന്ന് ഇപ്പോൾ കോടതി പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. അതിൽ അതീവ ശ്രദ്ധ പുലർത്തണം. ദൃശ്യങ്ങൾ പകർത്തിയ പെൻഡ്രൈവ് പോലീസ് ഉദ്യോഗസ്ഥർ സൂക്ഷിക്കണമെന്ന് പുലർത്തണം. ദൃശ്യങ്ങൾ പകർത്തിയ പെൻഡ്രൈവ് പോലീസ് ഉദ്യോഗസ്ഥർ സൂക്ഷിക്കണമെന്നുള്ള കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നടിയുടെ സ്വകാര്യത, ഇരയുടെ അവകാശം, ഇതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഈ സമൂഹത്തിൽ അവഹേളിക്കപ്പെടാതിരിക്കാനുള്ള ഒരു ഈ ഇരയുടെ അവകാശം, ഇതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് അങ്ങനെ ഉണ്ടായിരിക്കുന്നത്. ഈ പെൻഡ്രൈവ് പോലീസ് ഉദ്യോഗസ്ഥർ സൂക്ഷിക്കണം. അതിജീവിതയുടെ മോതിരം തിരികെ കൊടുക്കണം. ഇതടക്കമുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ ഇനിയും ഈ ശിക്ഷ, അതായത് ഇവർക്ക് ലഭിക്കേണ്ട ശിക്ഷ സംബന്ധിച്ചിട്ടുള്ള പ്രസ്താവമെല്ലാം പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അതിൻ്റെ വിശദാംശങ്ങൾ വിധി പകർപ്പിലൂടെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത് ശിക്ഷ സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള പ്രഖ്യാപനം പൂർത്തിയായിരിക്കുന്നു. ആ ശിക്ഷ 20 വർഷം തടവാണ് ആകെ ശിക്ഷയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ 6 പ്രതികൾക്കും ഈ എല്ലാ ശിക്ഷയും ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നുള്ളതാണ്. അതായത് 10 വർഷം എന്ന് പറയുന്നത് തട്ടിക്കൊണ്ടു പോവലിനാണ് 10 വർഷം കഠിന തടവ് എന്നുള്ളത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കൂട്ടബലാത്സംഗ കുറ്റത്തിന് 20 വർഷം, ഇതെല്ലാം കൂടി ഒന്നിച്ച് അനുഭവിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ ആകെ 20 വർഷം തടവ് അനുഭവിച്ചാൽ മതി എന്നുള്ളതാണ്. മാത്രമല്ല റിമാൻഡ് കാലാവധി ശിക്ഷയിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യും. ഏതാണ്ട് എല്ലാവർക്കും ഏതാണ്ട് 5 വർഷത്തോളം ഇവർ വിചാരണ കാലയളവിൽ ജയിലിലായിരുന്നു. ആ കാലയളവ് ശിക്ഷയായി പരിഗണിച്ചുകൊണ്ട് കുറച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 15 വർഷത്തോളമാണ് ഓരോ പ്രതികളും ഇപ്പോൾ ഈ കുറ്റക്കാരായവർ ഇനി അനുഭവിക്കേണ്ട തടവ് ശിക്ഷ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പൾസർ സുനിക്ക് മാത്രമായി കഠിനമായ ശിക്ഷയും മറ്റുള്ളവർക്ക് ശിക്ഷ കുറയാനുള്ളൊരു സാധ്യതയും എല്ലാം നേരത്തെ വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാം പങ്കുവച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണങ്ങൾ ആ തരത്തിലേക്ക് നീങ്ങിയിരുന്നു. പക്ഷേ അത്തരം നിരീക്ഷണങ്ങളിലേക്ക് പോകുന്നില്ല. ഇതൊരു കൂട്ടുത്തരവാദിത്വമായിരുന്നു. കൂട്ടായുള്ളൊരു പങ്കാളിത്തത്തിൻ്റെ ഭാഗമായാണ് ഈ ക്രൂരമായിട്ടുള്ള കൃത്യം നടത്തിയിട്ടുള്ളത്. പൾസർ സുനി നേരിട്ട് ബലാത്സംഗം ചെയ്തെങ്കിലും മറ്റുള്ളവർ അതിനു വേണ്ടിയിട്ടുള്ള അവസരമൊരുക്കി, അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി രക്ഷപ്പെടാതിരിക്കാനുള്ള ഇര രക്ഷപ്പെടാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പഴുതുകളും അടച്ചു. ഒപ്പം തന്നെ ഇരയെ പീഡിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കിയതും എല്ലാം കൂടിയാണ്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ബലാത്സംഗത്തിന് തുല്യമായിട്ടുള്ള പങ്കാളിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ ഇവർക്കെല്ലാവർക്കും വേണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നത്. ഇപ്പോൾ പരമാവധി ശിക്ഷ എന്നുള്ളത് ജീവപര്യന്തമായിരുന്നു പറഞ്ഞിരുന്നതെങ്കിലും ഇപ്പോൾ എല്ലാ ശിക്ഷകൾക്കും കൂടി, എല്ലാ കുറ്റങ്ങൾക്കും കൂടി 20 വർഷം ശിക്ഷ അനുഭവിച്ചാൽ മതിയെന്നിപ്പോൾ കോടതിയുടെ ഉത്തരവുണ്ടായിരിക്കുന്നു. വിശദമായിട്ടുള്ള അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളെല്ലാം തന്നെ വിധി പകർപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും കുറ്റവാളികൾക്ക് ശിക്ഷ എന്തെന്നുള്ള സംബന്ധിച്ചുള്ള പ്രസ്താവന പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി കേസുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉത്തരവുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ദൃശ്യങ്ങൾ പകർത്തിയതിനും സൂക്ഷിച്ചതിനും പൾസർ സുനിക്ക് 3 വർഷം കഠിന തടവ് കൂടി ഇപ്പോൾ പുറത്തു വരുന്നു വിവരം. അതായത് നേരത്തെ ഉണ്ടായിരുന്നത് 20 വർഷം ബലാത്സംഗത്തിനാണ് 20 വർഷം കഠിന തടവ്. അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോകലിന് 10 വർഷം കഠിന തടവ്. ദൃശ്യങ്ങൾ പകർത്തിയതിനും സൂക്ഷിച്ചതിനും പൾസർ സുനിക്ക് 3 വർഷം കഠിന തടവ്. അങ്ങനെ ആകെ 33 വർഷം കഠിന തടവ് വിധിച്ചിട്ടുണ്ടെങ്കിലും എല്ലാം കൂടി ഒന്നിച്ചനുഭവിച്ചാൽ മതി എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ നിലവിൽ ഒരുപക്ഷെ ഒരു 20 വർഷം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പരമാവധി ശിക്ഷയായി നമുക്കിപ്പോൾ കണക്ക് കൂട്ടാൻ സാധിക്കുകയുള്ളൂ. 1 ലക്ഷം രൂപ ഈ ദൃശ്യങ്ങൾ പകർത്തിയതിനും സൂക്ഷിച്ചതിനും പൾസർ സുനിക്ക് മാത്രമായി 1 ലക്ഷം രൂപ അധിക പിഴയും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അത്തരത്തിൽ വിശദമായിട്ടുള്ള വിധി പ്രസ്താവങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കടുത്ത ശിക്ഷയിലേക്ക് നീങ്ങുമോ, ജീവപര്യന്തമടക്കമുള്ള ശിക്ഷയിലേക്ക് നീങ്ങുമോ എന്നുള്ള